അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ ഹാജറ ബീവിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബീൻ്റെയും കഥയുമായിട്ട് ആണ് വിവരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇന്ന് ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാതാവ് ഹാജറ ബീവി മരണപ്പെട്ടതിന് ശേഷമാണ് ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവാഹിതനായത്. വധു ജുർഹു ഗോത്രക്കാരിയായിരുന്ന മകൻ വിവാഹിതനായതിനു ശേഷം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ ഇസ്മായിൽ നബിയുടെ വസതിയിലെത്തി. ഹസ്രത്ത് ഇസ്മായിൽ അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി തൻ്റെ മരുമകളോട് താൻ ഇസ്മായിലിൻ്റെ പിതാവാണെന്ന കാര്യം പറയാതെ വീട്ടുവിശേഷങ്ങൾ ചോദിച്ചു. മരുമകൾ തൻ്റെ വിശേഷങ്ങളും പ്രയാസങ്ങളും എണ്ണിപ്പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ തന്നെ ഇവൾ ഇസ്മായിലിൻ്റെ ഭാര്യയാകാൻ കൊള്ളില്ലെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഇസ്മായിൽ വന്നാൽ വീടിൻ്റെ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാൻ പറയണം. പറയാം, അവൾ സമ്മതിച്ചു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തിരിച്ചെത്തിയപ്പോൾ ഭാര്യ വിവരങ്ങളെല്ലാം പറഞ്ഞു. ആ വന്നാൾ ആരാണ് നിനക്കറിയാമോ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഭാര്യയോട് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല. എന്നാൽ അത് എൻ്റെ പിതാവ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. വീടിൻ്റെ ഉമ്മർപ്പടി എന്നാൽ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയാണെന്നർത്ഥം. നിന്നെ ഉപേക്ഷിച്ചു വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നാണ് പിതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിതാവിൻ്റെ ഉദ്ദേശമനുസരിച്ച് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അവളെ വിവാഹമോചനം ചെയ്തു. പിന്നീട് ജുർഹു ഗോത്രത്തിൽ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. പിന്നീടൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിലിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോഴും ഹസ്രത്ത് ഇസ്മായിൽ അവിടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ വീട്ടിൽ കയറി വന്ന വൃദ്ധനെ ഇസ്മായിലിൻ്റെ ഭാര്യ ആദരപൂർവ്വം സ്വീകരിച്ചു. ഇസ്മായിലിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉചിതമായി സൽക്കരിക്കുകയും കുളിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം താൻ ഇസ്മായിലിൻ്റെ പിതാവെന്ന കാര്യം അറിയിക്കാതെ തന്നെ വീട്ടുകാരോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ സുഖം തന്നെ, ഒരു വിഷമവുമില്ല. വീട്ടുകാർ സസന്തോഷം മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് ഇബ്രാഹിം വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ ഉമ്മറപ്പടി നന്നായിട്ടുണ്ട്, അദ്ദേഹം കരുതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോയി. പോകുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉമ്മറപ്പടി നന്നായിട്ടുണ്ട്, ഇത് മാറേണ്ടതില്ല എന്ന് പറയാനേൽപ്പിച്ചു. അവൾ പറയാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഭാര്യ വിവരങ്ങളെല്ലാം പറഞ്ഞു. ആകൻ തൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണെന്നും ഉമ്മറപ്പടി എന്നതുകൊണ്ട് ഭാര്യയാണെന്ന് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞപ്പോൾ ആ മഹദിക്കുണ്ടായ സന്തോഷത്തിനതിലുണ്ടായിരുന്നില്ല. ഇവിടെ ഈ കഥയിൽ അല്പം ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹസ്രത്ത് ഇസ്മായിലിൻ്റെ ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിച്ചത് എന്ത് കൊണ്ടായിരിക്കും? ഒരു പെണ്ണിൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അത് ചെയ്തത്? ഒരിക്കലുമല്ല. ഒരു പെണ്ണിൻ്റെ ഭാവിയേക്കാൾ ഒരു തലമുറയുടെ ഭാവിക്കാണ് അദ്ദേഹം മുൻതൂക്കം കൽപ്പിച്ചത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ചില സുപ്രധാന കർത്തവ്യങ്ങളുണ്ട്. സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കുക, ഭർത്താവിൻ്റെ രഹസ്യകാര്യങ്ങൾ, ഗാർഹിക കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുക തുടങ്ങിയവയാണ് കർത്തവ്യങ്ങൾ. ഈ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീ മാത്രമേ ഉത്തമ ഭാര്യയായി തീരുകയുള്ളൂ. അവൾക്ക് മാത്രമേ ഉത്കൃഷ്ടമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപരിചിതനായ ഒരു വൃദ്ധനെ കണ്ടപ്പോഴും തൻ്റെ ഭാര്യ വിഷമങ്ങളും പ്രയാസങ്ങളും എണ്ണിപ്പറയുകയായിരുന്നു. ആ സ്ഥിതിക്ക് അയൽവാസികളോടും പരിചയക്കാരോടും എന്തെല്ലാം പറയാൻ മടിക്കില്ല. ഒരു പ്രവാചകൻ്റെ പത്നിയാവാൻ ഇവർക്ക് അർഹതയുണ്ടോ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ പരമ്പരയാവാൻ ഇവൾക്ക് യോഗ്യതയുണ്ടോ? അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വീട്ടിൽ കൊള്ളരുതാത്ത ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് ഉദ്ദേശിച്ചത്. ലോകാവസാനം വരെയുള്ള ഈ സംഭവത്തിൽ മഹത്തായ മാതൃകയുണ്ട്. ഭർത്താവിൻ്റെ അഭാവത്തിൽ അവൻ്റെ കുറ്റങ്ങൾ പറയുന്ന, ഗാർഹിക രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ കാതുകളിലെത്തിക്കുന്ന സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുമില്ലേ? അത്തരം സ്ത്രീകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നാണ് പ്രവാചക പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നത്.
അതേസമയം ഹസ്രത്ത് ഇസ്മായിലിൻ്റെ രണ്ടാം ഭാര്യയുടെ നിലപാട് എന്തായിരുന്നു? വൃദ്ധനായ ആ മനുഷ്യനെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തം പിതാവിനെ പോലെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി ക്ഷീണിതനായ അദ്ദേഹത്തിന് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്വന്തം പ്രയാസങ്ങൾ നിരത്തി വെക്കാനല്ല തയ്യാറായത്, മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ സുഖമാണെന്നും ഒരു വിഷമവുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഉത്കൃഷ്ടരായ ഒരു തലമുറയുടെ മാതാവാകാൻ കൽപ്പുള്ള, അതേ സ്വന്തം ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീടിനെയും സ്നേഹിക്കുന്ന ഒരു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങളാണ് ഈ വാക്കുകളിൽ തെളിഞ്ഞു കണ്ടത്. അതുകൊണ്ടാണ് ഈ ഉമ്മറപ്പടി നന്നായിട്ടുണ്ടെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഭിപ്രായപ്പെട്ടത്. മഹത്തായ ഈ നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മുടെ സഹോദരികൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും കേൾക്കുന്നതിനും കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ ഇതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം നമ്മുടെ വീട്ടിലുള്ള രഹസ്യങ്ങൾ, നമ്മുടെ ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ, നമ്മുടെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ നാം ആരോടും പറയാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു കഥയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.